Friends, welcome to Business Economics Chapter 2, Demand Analysis. Our first point of discussion is, what is the importance of demand analysis in business? What is the role of demand analysis in business planning and decision making? See the chart? The chart explaining the importance of demand analysis. In our chart, B represents business, M market, D demand, A analysis, P planning and decision making. So what this chart explaining? Let us start from B. B means business. For any business, its playground is market. ഏതൊരു ബിസിനസ്സിൻ്റെയും കളിസ്ഥലം എന്ന് പറയുന്നത് ഏതാണ്? അത് മാർക്കറ്റാണ്. But the driving force or a controlling force behind the market is always the D factor, that is demand. പക്ഷേ ഈ മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന ശക്തി ഏതാണ്? അത് ഡിമാൻഡാണ്. That means demand determines what would happen in the market. മാർക്കറ്റിൽ എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കുന്ന ശക്തി ഏതാണ്? ഡിമാൻഡാണ്. So we need a detailed analysis. A. Analysis of demand for what? Effective planning and decision making in business. ഒരു മാർക്കറ്റിൽ എന്ത് സംഭവിക്കണം, എന്ത് സംഭവിച്ചുകൂടാ എന്ന് തീരുമാനിക്കുന്ന ശക്തി ഡിമാൻഡ് ആയതുകൊണ്ട് തന്നെ ഡിമാൻഡിനെ വിശകലനം ചെയ്ത് പഠിക്കേണ്ടത് എഫക്റ്റീവായ കാര്യക്ഷമതയുള്ള ഒരു ബിസിനസ് പ്ലാനിങ്ങിന്, ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിന് അനിവാര്യമാണ്. സോ ദാറ്റ് ഈസ് ദ ക്രൂഷ്യൽ റോൾ ഓഫ് ഡിമാൻഡ് അനലൈസിസ് ഇൻ ബിസിനസ് പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. If so, what is the meaning of demand analysis? അങ്ങനെയാണെങ്കിൽ ഡിമാൻഡ് അനലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻ സിമ്പിൾ സെൻസ്, ഡിമാൻഡ് അനലൈസിസ് മീൻസ് അണ്ടർസ്റ്റാൻഡിങ് കസ്റ്റമർ ഡിമാൻഡ് ഓഫ് എ പ്രൊഡക്റ്റ് ഇൻ എ ടാർഗറ്റ് മാർക്കറ്റ്. എന്താണ് ഡിമാൻഡ് അനലൈസിസ് എന്ന് പറഞ്ഞാൽ? കസ്റ്റമർ ഡിമാൻഡിനെ വിശദമായി മനസ്സിലാക്കുക, പഠിക്കുക എന്നുള്ളതാണ്. And what is this understanding customer demand? ഈ കസ്റ്റമർ ഡിമാൻഡിനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? That may involve estimation of the volume of demand, identifying determinants of demand and measuring the effect of these factors on demand. ഈ ഡിമാൻഡിനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പൊതുവെ 3 കാര്യങ്ങൾ വരാമെന്നാണ് പറയുന്നത്. എന്തൊക്കെ വരാം? എസ്റ്റിമേഷൻ ഓഫ് വോളിയം ഓഫ് ഡിമാൻഡ്, ഡിമാൻഡിൻ്റെ അളവ് എത്രമാത്രമുണ്ട് എന്ന് കണക്കാക്കുക. ഐഡൻറ്റിഫൈയിങ് ദ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്, ഡിമാൻഡിനെ ക്രിയേറ്റ് ചെയ്യുന്ന, സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് വേർതിരിച്ചറിയുക. മെഷറിങ് ദ എഫക്റ്റ് ഓഫ് ദീസ് ഫാക്ടേഴ്സ് ഓൺ ഡിമാൻഡ്, ഈ ഘടകങ്ങളൊക്കെ തന്നെ ഡിമാൻഡിനെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. So in short, what is demand analysis? അങ്ങനെയാണെങ്കിൽ ഡിമാൻഡ് അനലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് റെഫേഴ്സ് എസ്റ്റിമേഷൻ ഓഫ് വോളിയം ഓഫ് ഡിമാൻഡ്, ഐഡൻറ്റിഫൈയിങ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്, മെഷറിംഗ് ദ എഫക്റ്റ് ഓഫ് ദീസ് ഫാക്ടേഴ്സ് ഓൺ ഡിമാൻഡ് ഓഫ് എ പ്രൊഡക്റ്റ് ഇൻ എ ടാർഗറ്റ് മാർക്കറ്റ്. And for this demand analysis, we need to be familiar with many economic concepts, laws and principles. ഇനി ഈ ഡിമാൻഡ് അനലൈസിസിന് വേണ്ടിയിട്ട് ഇക്കണോമിക്സിലെ പല പ്രധാനപ്പെട്ട നിയമങ്ങളെക്കുറിച്ചും തത്വങ്ങളെക്കുറിച്ചും കൺസെപ്റ്റുകളെക്കുറിച്ചും ഒക്കെ നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം. So let us see the first one. അതിൽ ഒന്നാമത്തെ കൺസെപ്റ്റ് നമുക്കൊന്ന് നോക്കാം. ദാറ്റ് ഈസ് ഡിമാൻഡ്. വാട്ട് ഈസ് ഡിമാൻഡ്? ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻ അവർ കോമൺ യൂസേജ്, ഡിമാൻഡ് മീൻസ് ജസ്റ്റ് എ ഡിസയർ ഓർ വാണ്ട് ഫോർ എ പ്രൊഡക്റ്റ്, അല്ലേ? നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനോട് ചെറിയൊരു ആഗ്രഹം തോന്നി അല്ലെങ്കിൽ ഒരു ആവശ്യം തോന്നിയാൽ ഉടനെ നമ്മൾ എന്താ അതിനെ പറയുക? അതിനെ നമ്മൾ ഡിമാൻഡ് എന്ന് പറയും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദ മീനിങ് ഓഫ് ഡിമാൻഡ് ഇൻ ഇക്കണോമിക്സ്. ഇൻ ഇക്കണോമിക്സ് ഇറ്റ്സ് മീനിങ് ഈസ് ബിയോണ്ട് ദാറ്റ്. ഇക്കണോമിക്സിൽ അതിൻ്റെ അർത്ഥം അതൊന്നുമല്ല, അതിനെക്കാട്ടിലും ഒക്കെ വിശാലമാണ്. സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡിമാൻഡ് ഇൻ ഇക്കണോമിക്സ്? ലെറ്റ് us see. In economics, demand refers quantity of goods or services that consumers desire, willing and able to purchase at different prices in a given period of time. Once again, I repeat,
Demand refers quantity of goods or services that consumers willing, desire and able to purchase at different prices in a given period of time. Let us study that statement. ആ ഡിമാൻഡിനെ കുറിച്ച് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ആ സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്കൊന്ന് വിശദമായി മനസ്സിലാക്കാം. ഡിമാൻഡ് റെഫേഴ്സ് quantity of goods or services that consumers desire, willing and able to purchase at different prices. വ്യത്യസ്തമായ വിലകളിൽ സാധനങ്ങളോ സേവനങ്ങളോ ഏത് അളവിൽ വാങ്ങുവാനായി ഉപഭോക്താക്കൾക്ക് താല്പര്യമുണ്ട്, മീൻസ് ഡിസയർ, താല്പര്യമുണ്ട്, എബിലിറ്റി ഉണ്ട്, വാങ്ങാനുള്ള പർച്ചേസിംഗ് പവർ, സാമ്പത്തിക ശേഷിയുണ്ട്, ആൻഡ് വില്ലിങ്നെസ് ടു ബൈ, അത് വാങ്ങുവാൻ പണം മുടക്കാൻ തയ്യാറാണ്. ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് ഡിമാൻഡ്. ആ ക്വാണ്ടിറ്റിയെയാണ് നമ്മൾ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം. വ്യത്യസ്തമായ വിലകളിൽ സാധനങ്ങളോ സേവനങ്ങളോ ഏതളവിൽ വാങ്ങുവാനായി ഉപഭോക്താക്കൾക്ക് താല്പര്യമുണ്ട്, അതിനുള്ള എബിലിറ്റി ഉണ്ട്, ദാറ്റ് ഈസ് മണി പവർ ഉണ്ട്, അതിനുള്ള വില്ലിങ്നെസ് ഉണ്ട്. ആ ക്വാണ്ടിറ്റിയെ നമുക്ക് എന്തെന്ന് പറയാം? ഡിമാൻഡ് എന്ന് പറയാം. ബട്ട് ദർ ഇസ് എ കണ്ടീഷൻ ഓൾസോ. അവിടെ ഒരു കണ്ടീഷനും കൂടെ പറയുന്നു. ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ഫോർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഒരു നിശ്ചിത കാലയളവിലേക്കായിരിക്കും ആ ക്വാണ്ടിറ്റി നമ്മൾ പറയുക. സോ ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ഡിമാൻഡ്. Friends, now we know what is the meaning of demand. Here we need to consider another interesting concept that is related with the demand. That is demand function. Really, demand is a result of many factors. Demand എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല ഘടകങ്ങളുടെയും ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ റിസൾട്ടാണ്. Or demand is the function of many other factors. പലതരത്തിലുള്ള ഘടകങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. When we express the relationship between these factors and demand mathematically, then we will get a demand function. ഈ ഡിമാൻഡിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഘടകങ്ങളും ഡിമാൻഡും തമ്മിലുള്ള ബന്ധം മാത്തമാറ്റിക്കലായിട്ട് എക്സ്പ്രസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എന്താണ്? ഡിമാൻഡ് ഫംഗ്ഷനാണ്. സോ വാട്ട് ഈസ് ഡിമാൻഡ് ഫംഗ്ഷൻ? ഡിമാൻഡ് ഫംഗ്ഷൻ ഈസ് എ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ various determinants of demand and demand of a product. ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡും അതുപോലെ തന്നെ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡും തമ്മിലുള്ള ഫങ്ഷണൽ റിലേഷൻഷിപ്പിനെ മാത്തമാറ്റിക്കലായി എക്സ്പ്രസ് ചെയ്താൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സി എ ഡിമാൻഡ് ഫംഗ്ഷൻ ഗിവൺ ഹിയർ. ഡിമാൻഡ് ഫംഗ്ഷൻ ഓഫ് പ്രൊഡക്റ്റ് എക്സ്, ഡി എക്സ് ഈസ് ഈക്വൽ ടു f of px py m t a u. What it is? dx, that is demand of product x is equal to f of, that is function of all variables given in the market. ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന ഘടകങ്ങളുടെ ഒരുമിച്ചുള്ള പ്രവർത്തനമാണ്. അപ്പോൾ ആ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? വാട്ട് ആർ ദാറ്റ് ഫാക്ടേഴ്സ്? പി എക്സ്, ദാറ്റ് ഈസ് പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ് എക്സ്. പി വൈ, ദാറ്റ് ഈസ് പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് കോംപ്ലിമെൻ്ററി പ്രൊഡക്ട്സ്. എം, മണി ഇൻകം ഓഫ് ദി ബയേഴ്സ്. ടി, ടേസ്റ്റ് ഓഫ് ബയേഴ്സ്. A, advertisement expenditure. U, unknown other variables. നമുക്ക് പരിഗണിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇപ്പോൾ അറിയാൻ പറ്റാത്ത മറ്റു പല ഘടകങ്ങളുണ്ടാവും. അതെല്ലാം കൂടെ ചേർത്തിട്ട് അവിടെ U എന്ന് കൊടുത്തിരിക്കുകയാണ്. സോ ദിസ് ഈസ് ഡിമാൻഡ് ഫംഗ്ഷൻ. വാട്ട് ഈസ് ഡിമാൻഡ് ഫംഗ്ഷൻ? dx is equal to function of px py m t a u. Friends, now let us move to the next topic, that is law of demand. What is law of demand?
Law of demand explains the relationship between two variables. What are the two variables? Price and demand. So the question is, what is the relationship between price and demand? Or what type of relationship is there between price and demand? ഈ പ്രൈസും ഡിമാൻഡും തമ്മിൽ ഏത് തരത്തിലുള്ള ഒരു ബന്ധമാണ് നിലനിൽക്കുന്നത്? ലെറ്റ് us see, according to മാർഷൽ. ഇനി മാർഷൽ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? The amount of demand increases with a fall in price and diminishes with a rise in price. What he is telling about the relationship? എന്താണ് മാർഷൽ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് പറയുന്നത്? ദി എമൗണ്ട് ഓഫ് ഡിമാൻഡ് ഇൻക്രീസസ്, ഡിമാൻഡ് വർദ്ധിച്ചു വരും എപ്പോൾ? വിത്ത് fall in price, വില കുറഞ്ഞു വരുന്ന സമയത്ത് ഡിമാൻഡ് വർദ്ധിച്ചു വരും. ആൻഡ് ഡിമിനിഷസ് വിത്ത് റൈസ് ഇൻ പ്രൈസ്, വില കൂടി വരുന്ന സമയത്ത് ഡിമാൻഡ് കുറഞ്ഞു വരും. So that is the relationship. That means there is an inverse relationship between price and demand. എന്ന് പറഞ്ഞാൽ പ്രൈസും ഡിമാൻഡും തമ്മിൽ അവിടെ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. So what is this inverse relationship? When one variable moves up or rise up, other variable will come down. ഒരു വേരിയബിൾ ഉയർന്നു പോകുമ്പോൾ മറ്റൊരു വേരിയബിൾ താഴ്ന്നു വരും. ദാറ്റ് മീൻസ് ബോത്ത് വേരിയബിൾസ് മൂവ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഈ രണ്ട് വേരിയബിളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുക. സോ വെൻ പ്രൈസ് മൂവ്സ് അപ്പ്, എപ്പോഴാണോ പ്രൈസ് കൂടി വരുന്നത്, സോ ദാറ്റ് ടൈം ദി അതർ വേരിയബിൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് വിൽ കം ഡൗൺ, ക്വാണ്ടിറ്റി ഡിമാൻഡഡ് താഴേക്ക് വരും. സോ വെൻ പ്രൈസ് കംസ് ഡൗൺ, എപ്പോഴാണോ പ്രൈസ് താഴേക്ക് പോകുന്നത്, സോ ദാറ്റ് ടൈം അതർ വേരിയബിൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് വിൽ ഗോസ് അപ്പ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് മുകളിലേക്ക് പോകും. അപ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സഞ്ചരിക്കുക എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ദർ ഈസ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. ദെൻ വാട്ട് ഈസ് ലോ ഓഫ് ഡിമാൻഡ് ഇൻ ക്ലിയർ ടേംസ്? അപ്പോൾ ശരിയാവണ്ണം പറഞ്ഞാൽ എന്താണ് ലോ ഓഫ് ഡിമാൻഡ്? ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ് ലോവർ ദ പ്രൈസ്, ക്വാണ്ടിറ്റി ഡിമാൻഡഡ് വിൽ ബി ഹൈ, and higher the price, quantity demanded will be low if other things remaining the same. Once again I repeat, law of demand states lower the price, quantity demanded will be high, and higher the price, quantity demanded will be low if other things remaining the same. എന്താണ് പറയുന്നത്? law of demand, lower the price, quantity demanded will be high. പ്രൈസ് കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഉയർന്നു നിൽക്കും. ആൻഡ് ഹൈ ദ പ്രൈസ്, ഹയർ ദ പ്രൈസ്, പ്രൈസ് കൂടി നിൽക്കുന്ന സമയത്ത് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് വിൽ ബി ലോ, ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞു നിൽക്കും. അവിടെ ഒരു കണ്ടീഷനും കൂടെ ചേർത്ത് വെക്കുന്നു. ഇഫ് അതർ തിങ്സ് റിമൈനിങ് ദ സെയിം means what? If other factors that are influencing demand remain same, ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റുള്ള ഘടകങ്ങൾ മാറ്റമില്ലാതെ നിലനിന്നാൽ ഈ നിയമം പ്രവർത്തിക്കും. അല്ലെങ്കിൽ ഇത്തരത്തിലായിരിക്കും ഇവ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഈ മറ്റുള്ള ഘടകങ്ങൾ അതേപോലെ നിന്നാൽ, മാറ്റമില്ലാതെ നിലനിന്നാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? So in demand function, we have seen that there are many factors that influence the demand of a product, right? നമ്മൾ ഡിമാൻഡ് ഫങ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് അവിടെ കണ്ടു പലതരത്തിലുള്ള ഫാക്ടേഴ്സ് ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനെ സ്വാധീനിക്കും. പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ്, പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്ട്സ്, പ്രൈസ് ഓഫ് കോംപ്ലിമെൻ്ററി പ്രൊഡക്ട്സ്, ഇൻകം ഓഫ് ദ ബയേഴ്സ്, ടേസ്റ്റ്, അതർ വേരിയബിൾസ്, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കണക്കാക്കുന്നത് ഏത് മാത്രമാണ്? ഡിമാൻഡ് ആൻഡ് പ്രൈസ്. ഡിമാൻഡും പ്രൈസും മാത്രമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ അതർ തിങ്സ് റിമൈനിങ് എന്ന് പറഞ്ഞാൽ അതർ ഫാക്ടേഴ്സ്, മറ്റുള്ള ഫാക്ടേഴ്സ്. വാട്ട് ആർ ദി അതർ ഫാക്ടേഴ്സ്? ദാറ്റ് ഈസ് പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്ട്സ്, ഇൻകം ഓഫ് ബയേഴ്സ്,
then taste of the buyers and other variables. അപ്പോൾ മറ്റുള്ള ഘടകങ്ങളെല്ലാം മാറ്റമില്ലാതെ നിലനിന്നാൽ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ബന്ധം ഇൻവേഴ്സ് ആയിരിക്കും എന്നാണ് ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത്. Now let us see what are the assumptions of this law. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഈ നിയമത്തിൻ്റെ അസംഷൻസ് എന്തൊക്കെയാണ്? ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ഡെഫിനേഷൻ വി ഹാവ് സീൻ ദാറ്റ് അതർ തിങ്സ് റിമൈനിങ് ദ സെയിം, അല്ലേ? ലോ ഓഫ് ഡിമാൻഡ് പറഞ്ഞ സമയത്ത് അതിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ടത് എന്താണ്? അതർ തിങ്സ് റിമൈനിങ് ദ സെയിം, മറ്റുള്ളവ മാറ്റമില്ലാതെ നിലനിന്നാൽ. സോ ദാറ്റ് ഈസ് റിയലി ദ അസംഷൻസ് ഓഫ് ദിസ് ലോ. അതാണ് യഥാർത്ഥത്തിൽ ഈ ലോ ഓഫ് ഡിമാൻഡിൻ്റെ അസംഷൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. വാട്ട് ആർ ദി അസംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ്? ദ ഫസ്റ്റ് വൺ ഈസ് ഇൻകം ഓഫ് ദ ബയർ റിമൈൻ കോൺസ്റ്റൻറ്റ്. The first assumption is income of the buyer remain constant. ഉപഭോക്താക്കളുടെ ഇൻകം, വരുമാനം മാറ്റമില്ലാതെ നിലനിൽക്കുമെന്നുള്ളതാണ് ഒന്നാമത്തെ അസംഷൻ. If there is a change in the income level of the buyer, then this law may not work. ഇനി ഇൻകം ലെവലിൽ മാറ്റം ഉണ്ടായാൽ ഈ നിയമം പ്രാവർത്തികമാവണമെന്നില്ല എന്നാണ് പറയുന്നത്. Consider one case. There is a considerable or significant rise in the income of buyers. At the same time, there is a slight rise in the price of the product in question. Here, there is a chance of a rise in demand, though there is an increase in price. ഉപഭോക്താക്കളുടെ ഇൻകത്തിൽ വളരെ വലിയൊരു വർധനവുണ്ടാവുകയാണ്. അതേ സമയത്ത് തന്നെ നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ വിലയും കൂടുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ നിയമപ്രകാരം പ്രൊഡക്റ്റിൻ്റെ വില കൂടുന്ന സമയത്ത് ഡിമാൻഡ് കുറഞ്ഞു വരണം. പക്ഷേ ഇവിടെ ഇൻകം കൂടുകയും പ്രൈസ് ഒരു സ്വല്പമൊക്കെ വർദ്ധിക്കുകയും ചെയ്താലും ഡിമാൻഡ് ചിലപ്പോൾ വർദ്ധിക്കാം എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? The volume of increase in income may be higher than the volume of increase in the price. പ്രൈസ് കൂടുന്നതിലും വളരെ വേഗത്തിൽ അല്ലെങ്കിൽ വളരെ വലിയ അളവിലാണ് ഇൻകം കൂടി വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈസിൽ ഒരു സ്വല്പം കൂടുതലൊന്നും വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ പരിഗണിക്കപ്പെടണമെന്നില്ല. സോ ദ ഫസ്റ്റ് അസംഷൻ ഈസ് ഇൻകം of the buyer remain constant. If there is a change, this law may not work. And the second one is taste of the consumers remains unchanged. ഉപഭോക്താക്കളുടെ ടേസ്റ്റ്, ഫാഷൻ ഇതൊക്കെ മാറ്റമില്ലാതെ നിലനിൽക്കും. If there is a change in the taste or fashion, law may not work. നിയമം പ്രവർത്തിക്കണമെന്നില്ല. Consider one example. In a cool bar or in a bakery shop, the price of milk ice cream reduced, but it does not lead to increase in the demand of milk ice cream. ഒരു കൂൾ ബാറിൽ മിൽക്ക് ഐസ്ക്രീമിൻ്റെ വില കുറച്ചു, പക്ഷേ അതുകൊണ്ട് അതിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചില്ല. The reason may be, അതിൻ്റെ ഒരു കാരണം, the taste of the customers may be shifted from milk ice cream to vanilla ice cream. ഉപഭോക്താക്കളുടെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രിഫറൻസ് മിൽക്ക് ഐസ്ക്രീമിൽ നിന്ന് വാനില ഐസ്ക്രീമിലേക്ക് ഷിഫ്റ്റായിപ്പോയി, മാറിപ്പോയി. അതുകൊണ്ട് മിൽക്ക് ഐസ്ക്രീമിൻ്റെ വില കുറച്ചിട്ടും അതിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചില്ല. That means if there is a change in the taste or preference or fashion of the customer, this law may not work. Second assumption is taste remains constant. അതുകൊണ്ട് ടേസ്റ്റ് കോൺസ്റ്റൻ്റ് ആയി നിലനിൽക്കുമെന്നാണ് രണ്ടാമത്തെ അസംഷൻ. And the third one is price of related products remain the same. Price of related products. Related products means the substitute products and complementary products. The price of substitute products and complementary products remain the same.
സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റിൻ്റെയും കോംപ്ലിമെൻ്ററി പ്രൊഡക്റ്റുകളുടെയും വില മാറ്റമില്ലാതെ നിലനിൽക്കുമെന്നാണ് വേറൊരു അസംഷൻ പറയുന്നത്. ഇഫ് ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് ദീസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് our law may not work. See, one example. A scooter manufacturer reduced the price of the scooter. But at the same time, there is a sharp increase in the price of complementary product, that is oil. ഒരു സ്കൂട്ടർ മാനുഫാക്ചറർ സ്കൂട്ടറിൻ്റെ വില കാര്യമായി കുറച്ചു. പക്ഷേ അതേ സമയത്ത് സംഭവിച്ച മറ്റൊരു കാര്യം എന്താണ്? ഓയിലിൻ്റെ, പെട്രോളിൻ്റെ അല്ലെങ്കിൽ ഡീസലിൻ്റെ വില കണ്ടമാനം വർദ്ധിച്ചു, വളരെയധികം വർദ്ധിച്ചു. So in this case, this law may not work. Though there is a reduction in the price of the scooter, it may not lead to increase in the demand. ഇവിടെ സ്കൂട്ടറിൻ്റെ വില കുറച്ചാൽ പോലും സ്കൂട്ടറിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കണമെന്നില്ല. കാരണം കോംപ്ലിമെൻ്ററി പ്രൊഡക്റ്റായ ഓയിലിൻ്റെ വില വളരെയധികം ഉയർന്നു നിൽക്കുകയാണ്. സോ വാട്ട് ഈസ് ദ തേർഡ് അസംഷൻ? പ്രൈസ് ഓഫ് റിലേറ്റഡ് പ്രൊഡക്ട്സ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ റിലേറ്റഡ് പ്രൊഡക്റ്റുകളുടെ വില മാറ്റമില്ലാതെ നിലനിൽക്കണം. നെക്സ്റ്റ് വൺ ഈസ്, ഫോർത്ത് വൺ ഈസ്, നോ ന്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഫോർ ദ കമ്മോഡിറ്റി. In the market, there is no new substitute for our commodity. നമ്മളുടെ പ്രൊഡക്റ്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, അതായത് പകരം വെക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ ഈ നിയമം പ്രാവർത്തികമാവണമെന്നില്ല. അപ്പോൾ ഇവിടെ അസംഷനായിട്ട് പറയുന്നത് എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട്സ് വരാൻ പാടില്ല. ആൻഡ് ദ കൺസ്യൂമേഴ്സ് ഷുഡ് നോട്ട് ബി അവെയർ അബൌട്ട് ദ സബ്സ്റ്റിറ്റ്യൂട്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് വരാൻ പാടില്ല, ആ സബ്സ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് കൺസ്യൂമർ അറിയാനും പാടില്ല. ആൻഡ് ദ നെക്സ്റ്റ് point is, next assumption is, price rise in future should not be expected. Customers should not expect a further increase in the price in future. ഇനി എന്താണ് അടുത്ത ഒരു അസംഷൻ ആയിട്ട് പറയുന്നത്? ഇപ്പോൾ വില കൂടിയിട്ടുണ്ട്, പക്ഷേ ഉപഭോക്താക്കൾ ചിന്തിക്കാൻ പാടില്ല എന്ത്, അല്ലെങ്കിൽ അവർ ഭാവിയിൽ ഈ പ്രൊഡക്റ്റിൻ്റെ വില വീണ്ടും കൂടുമെന്ന് ചിന്തിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ നിയമം പ്രാവർത്തികമാവൂ. കാരണം എന്താണ്? ദോ ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ ദ പ്രൈസ്, പ്രൈസ് കൂടിയാലും കസ്റ്റമേഴ്സ് മേ ബൈ മോർ ആൻഡ് മോർ പ്രൊഡക്ട്സ് ഇഫ് ദേ എക്സ്പെക്ട് ദാറ്റ് there will be further increase in the price in the future. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ വില ഇങ്ങനെ കൂടി വരികയാണ്. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റ് വാങ്ങാം. കാരണം എന്താണ്? ഭാവിയിൽ ഈ പ്രൊഡക്റ്റിൻ്റെ വില കൂടുതൽ വർദ്ധിക്കുമെന്ന് നമ്മൾ കണക്ക് കൂട്ടുന്നു. അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൂടുതൽ വാങ്ങും. അതായത് പ്രൈസ് കൂടുമ്പോഴും ഡിമാൻഡ് കൂടുകയാണ്. അപ്പോൾ ഇവിടെ അടുത്ത അസംഷനായിട്ട് പറയുന്നത് എന്താണ്? പ്രൈസ് റൈസ് ഇൻ ഫ്യൂച്ചർ ഷുഡ് നോട്ട് ബി എക്സ്പെക്റ്റഡ് ബൈ ദ കസ്റ്റമേഴ്സ്. ഉപഭോക്താക്കൾ ഭാവിയിൽ പ്രൈസ് കൂടും എന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല. അങ്ങനെ പ്രതീക്ഷ വന്നാൽ നിയമം ഓപ്പറേറ്റ് ചെയ്തു എന്ന് വരില്ല. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ്, അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ ഷുഡ് റിമൈൻ സെയിം ഓർ കോൺസ്റ്റൻറ്റ്. അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ മാറ്റമില്ലാതെ നിലനിൽക്കും. We can increase the sale of a product though there is an increase in the price of the product by giving more advertisement. നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ വില കൂടുമ്പോഴും ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. എങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും? കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തുകൊണ്ട്. ദാറ്റ് മീൻസ് ഇഫ് we spend more and more on advertisement, the price may not affect the demand. പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ചിലപ്പോൾ ഡിമാൻഡിനെ സ്വാധീനിച്ചു എന്ന് വരില്ല. So what is the last assumption? Advertising expenditure remain the same. Advertising expenditure എപ്പോഴും ഒരേപോലെ തന്നെ നിലനിൽക്കും. These are the assumptions of law of demand. Goodbye.